ഹലോ നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ലിച്ചാർച്ചിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കരിക്കുലം അഡാപ്റ്റേഷൻ എന്നുള്ള 4th യൂണിറ്റാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഇതുവരെയുള്ള ചാപ്റ്റേഴ്സ് നമ്മൾ അപ്ലോഡ് ചെയ്ത് നമ്മുടെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും കാണാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതിനകത്ത് കരിക്കുലം അഡാപ്റ്റേഷനാണ് മെയിനായിട്ട് വരുന്ന ടോപ്പിക്ക് അല്ലേ. അപ്പോൾ എന്താണ് കരിക്കുലം അഡാപ്റ്റേഷൻ? അപ്പോൾ ഇതിൽ ഫസ്റ്റ് ടോപ്പിക്ക് തന്നെ വരുന്നത് കരിക്കുലം അഡാപ്റ്റേഷൻസ്, ഡെഫിനിഷൻ, അക്കോമഡേഷൻ ആൻഡ് മോഡിഫിക്കേഷൻ എന്നുള്ള ഒരു ടോപ്പിക്കാണ് വരുന്നത്. അപ്പോൾ അത് നമുക്ക് എന്താണ് കരിക്കുലം അഡാപ്റ്റേഷൻ എന്ന് നോക്കാം അല്ലേ. അപ്പോൾ പേരിൽ തന്നെ ഉണ്ടല്ലോ അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമുക്കറിയാം ഓൾറെഡി ഉള്ള ഒരു സംഭവത്തിൽ മറ്റൊരു ഒരു ചേഞ്ചോ കാര്യങ്ങളോ എന്തെങ്കിലും ആ ഒരു ഇതിൻ്റെ ഒരു ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ ആ ഒരു ചേഞ്ചിനെ നമ്മൾ സ്വീകരിക്കുന്നതിനാണ് നമ്മൾ അഡാപ്റ്റേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുക അല്ലേ. അപ്പോൾ ഇവിടെ കരിക്കുലം അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കരിക്കുലം അഡാപ്റ്റേഷൻസ് റെഫർ ടു ചേഞ്ചസ് മെയ്ഡ് ടു ദ കരിക്കുലം ടു മീറ്റ് ദ ഡൈവേഴ്സ് നീഡ്സ് ഓഫ് സ്റ്റുഡൻസ്. ദീസ് അഡാപ്റ്റേഷൻസ് ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ഇൻ ടു 2 മെയിൻ ടൈപ്സ്. അതായത് ഒരു കരിക്കുലത്തിൽ ഇപ്പോൾ നമുക്ക് ഓൾറെഡി ഉണ്ടാക്കിയ ഒരു കരിക്കുലമുണ്ട്, പക്ഷേ അതിലേക്ക് കുറച്ചുകൂടെ കുട്ടികളെ തന്നെ പലതരത്തിലുള്ള കുട്ടികളെ നമുക്ക് ആഡ് ചെയ്യണം. എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളുള്ള കുട്ടികൾ, അത്തരത്തിലുള്ള കുട്ടികളെ നമ്മൾ ഓൾറെഡി ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനാണല്ലോ പഠിക്കുന്നത്. അപ്പോൾ ആ കുട്ടികളെ തന്നെ അതിലോട്ട് ആഡ് ചെയ്യണമെങ്കിൽ അവരെ കൂടെ അതിനകത്തോട്ട് ഉൾക്കൊള്ളിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് നമുക്ക് എന്ത് വരുത്തേണ്ട ആവശ്യമുണ്ട്? ചേഞ്ചസ് വരുത്തേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അത്തരത്തിലെ കരിക്കുലത്തിന് വരുത്തുന്ന ചേഞ്ചസ് ഈ ഒരു ഡൈവേഴ്സ് സ്റ്റുഡൻസിനെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവർക്ക് കൂടെ അതിനകത്തോട്ട് ആഡ് ആവാൻ വേണ്ടിയിട്ട് വരുത്തുന്ന ചേഞ്ചസിനെയാണ് കരിക്കുലം അഡാപ്റ്റേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കരിക്കുലത്തിന് വരുത്തുന്ന ചേഞ്ചസ് ആണത്. അപ്പോൾ ഇതിനെ 2 തരത്തിൽ നമുക്ക് പറയാം, 2 കാറ്റഗറി ആയിട്ട് നമുക്കതിനെ ഡിവൈഡ് ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് അക്കോമഡേഷൻ ആണ്. എന്താണ് അക്കോമഡേഷൻ? അക്കോമഡേഷൻസ് ആർ ചേഞ്ചസ് ദാറ്റ് ഹെൽപ്പ് സ്റ്റുഡൻസ് ആക്സസ് ദി കരിക്കുലം വിത്തൗട്ട് ഓൾട്ടറിങ് ദ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ്. അതായത് ഓൾറെഡി ആ കരിക്കുലത്തിനുള്ള ലേണിംഗ് ഒബ്ജക്റ്റീവ്സിന് വലിയ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും വരുത്താതെ തന്നെ ചെറിയ ചേഞ്ചസ് വരുത്തുന്നു. എന്തിനു വേണ്ടിയിട്ട്? കുട്ടികൾക്ക് ആ ഒരു കരിക്കുലത്തിന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ചെറിയ രീതിക്കുള്ള ചേഞ്ചസ് വരുത്തുന്നതിനെയാണ് അക്കോമഡേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ എന്തൊക്കെ ഉണ്ടാവും? പ്രൊവൈഡിങ് എക്സ്ട്രാ ടൈം ടു കംപ്ലീറ്റ് അസൈൻമെൻറ്റ്സ്. ഓൾറെഡി ഉള്ള അസൈൻമെൻറ്റും കാര്യങ്ങളും തന്നെയായിരിക്കും, പക്ഷേ അവിടെ എന്ത് ചെയ്യും? കുറച്ചും കൂടെ ടൈം കൊടുക്കും. അതേപോലെ തന്നെ യൂസിങ് അസിസ്റ്റീവ് ടെക്നോളജി, അസിസ്റ്റ് ചെയ്യാൻ പാകത്തിനുള്ള ടെക്നോളജി അവിടെ കൊടുക്കും. ഓഫറിങ് ആൾട്ടർനേറ്റീവ് ഫോർമാറ്റ്സ് ഫോർ മെറ്റീരിയൽസ്. അതേപോലെ തന്നെ വേറെ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഫോർമാറ്റുകൾ, മെറ്റീരിയൽസ്, അതായത് ബ്രെയിലിയൊക്കെ കൊടുക്കില്ല നമ്മൾ, അതേപോലെ തന്നെ വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ ഓഡിയോ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുക. അത്തരത്തിലുള്ള ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കും. ഇതൊക്കെ എന്താണ്? അക്കോമഡേഷനാണ്. അതായത് ഓൾറെഡി ഉള്ള ലേണിംഗ് ഒബ്ജക്റ്റീവിനൊന്നും ചേഞ്ച് ആക്കുന്നില്ല, പക്ഷേ ഉള്ളതിലേക്ക് കുറച്ചുകൂടെ നമ്മൾ എന്ത് ചെയ്യാണ്? ചേഞ്ചസ് ആഡ് ചെയ്യുകയാണ്. അതിന് കുറച്ചും കൂടെ മാറ്റങ്ങൾ, ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്താൻ, മൊത്തത്തിൽ അതിൻ്റെ ഒബ്ജക്റ്റീവ്സിനെയോ കാര്യങ്ങളെ ഒന്നും നമ്മൾ ചേഞ്ച് ആക്കുന്നില്ല. അതാണ് അക്കോമഡേഷൻ. പിന്നെ വരുന്നത് മോഡിഫിക്കേഷനാണ്. മോഡിഫിക്കേഷൻ ആ വാക്ക് തന്നെ ഉണ്ട് അല്ലേ. മോഡിഫിക്കേഷൻസ് ഇൻവോൾവ് ചേഞ്ചിങ് ദ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് ഓർ ഔട്ട്കംസ് ഫോർ സ്റ്റുഡൻസ്. മൊത്തത്തിൽ ആ ഒരു കരിക്കുലത്തിൻ്റെ ലേണിംഗ് ഒബ്ജക്റ്റീവ് തന്നെ, അല്ലെങ്കിൽ അതിൻ്റെ ഔട്ട്കം തന്നെ നമ്മൾ മാറ്റുകയാണ്. അതിനെ മൊത്തത്തിൽ ചേഞ്ച് ആക്കുന്നതിനാണ് നമ്മൾ മോഡിഫിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനെന്തൊക്കെ എക്സാമ്പിൾസ് നമുക്ക് പറയാം? സിംപ്ലിഫൈയിങ് ഓർ റെഡ്യൂസിങ് ദ കോംപ്ലക്സിറ്റി ഓഫ് അസൈൻമെൻറ്റ്സ്. തൊട്ട് മുന്നത്തിൽ നമ്മൾ എന്താ പറഞ്ഞത്? അസൈൻമെൻറ്റിൽ മാറ്റാൻ വരുത്തുന്നില്ല, പക്ഷേ അതിന് എക്സ്ട്രാ ടൈം കൊടുക്കും, അത്രേ ചെയ്യുള്ളൂ അല്ലേ. അതേസമയം മോഡിഫിക്കേഷൻ ആയപ്പോഴേക്കും എന്താണ്? ഓൾറെഡി ഉള്ള അസൈൻമെൻറ്റിനെ തന്നെ ചേഞ്ച് ചെയ്യുകയാണ്, അതിൻ്റെ കോംപ്ലക്സിറ്റിയിൽ വ്യത്യാസം വരുത്തുകയാണ്. ഫോക്കസിങ് ഓൺ ഫങ്ഷണൽ സ്കിൽസ് റാദർ ദാൻ അക്കാഡമിക് കണ്ടൻറ്റ്. അതേപോലെ തന്നെ അക്കാഡമിക് കണ്ടൻറ്റിനേക്കാൾ കൂടുതൽ ആ കുട്ടികൾക്ക് ഫങ്ഷണൽ സ്കില്ലുകൾ, അത്തരത്തിലുള്ള സ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് അറിവ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുക. പ്രൊവൈഡിങ് ആൾട്ടർനേറ്റീവ് അസസ്മെൻറ്റ്സ് ഓർ ഇവാലുവേഷൻസ്. ഓൾറെഡി ഉള്ള അസസ്മെൻറ്റ്സിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആ കുട്ടികൾക്ക് കൂടെ, അവരെ കൂടെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള അസസ്മെൻറ്റ്സും ഇവാലുവേഷൻസും കൊണ്ടുവരിക. അപ്പോൾ അത്തരത്തിൽ മൊത്തത്തിൽ ചേഞ്ചസ് വരുത്തുന്നതാണ് നമ്മൾ മോഡിഫിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റത് ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്തുന്നു, പക്ഷേ മൊത്തത്തിൽ അതിൻ്റെ ഒബ്ജക്റ്റീവ്സിനോ കാര്യങ്ങൾക്കോ ഒന്നും മാറ്റം വരുത്തുന്നില്ല. അത് അക്കോമഡേഷനാണ്. നമ്മളൊക്കെ അക്കോമഡേഷൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? നമ്മുടെ വീട്ടിൽ ഉള്ള സൗകര്യത്തിലേക്ക് ആ ഒരു മെമ്പറിനെ കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നു അല്ലേ. ചെറിയ ചെറിയ സൗകര്യങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ ഒരുക്കി കൊടുക്കും. അതേസമയം മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മൊത്തത്തിൽ അതിൻ്റെ രൂപമാറ്റം തന്നെ വരുത്തുന്നതിനാണ് മോഡിഫിക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ വേർഡ് മീനിങ് ആലോചിച്ചാൽ മതി കേട്ടോ. ഇനി വരുന്ന ഡിസിഷൻ മേക്കിംഗ് മോഡൽ ഫോർ ഡിസൈനിങ് കരിക്കുലർ അഡാപ്റ്റേഷൻ. കരിക്കുലർ അഡാപ്റ്റേഷൻ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിനുള്ള ഒരു മോഡലാണ് നമ്മളിവിടെ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് എന്തൊക്കെ നമുക്ക് ആവശ്യമായിട്ടുണ്ട്? ഐഡൻറ്റിഫൈ സ്റ്റുഡൻസ് നീഡ്. കുട്ടികളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ തരത്തിലുള്ള കുട്ടികളാണ്, അവരുടെ ആവശ്യങ്ങൾ, അവരുടെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണ്, ലേണിംഗ് സ്റ്റൈൽ എന്താണെന്നൊക്കെ മനസ്സിലാക്കുക. ഒരു ഡിറ്റർമൈൻ അഡാപ്റ്റേഷൻ ഗോൾസ്. എന്താണ് നമ്മുടെ അഡാപ്റ്റേഷൻ ഗോൾ എന്നുള്ളത് തിരിച്ചറിയാം.
അപ്പോൾ നമ്മൾ ക്ലിയർ ആയിട്ട് ആ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് ആയിട്ട് തന്നെ നമ്മളവിടെ എന്ത് ചെയ്യണം, ഒരു ഐഡിയ ആയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ടാവണം. പിന്നെ എന്താണ് അനലൈസ് കരിക്കുലം കണ്ടൻറ്റ്. കറക്റ്റായിട്ടുള്ള കരിക്കുലം കണ്ടൻറ്റിനെ നമ്മൾ അനലൈസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഓൾറെഡി ഉള്ള കരിക്കുലം കണ്ടൻറ്റിനെ അനലൈസ് ചെയ്താലാണ് നമുക്ക് അവിടെ അഡാപ്റ്റേഷൻ കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ അല്ലേ. പിന്നെന്താണ് കൺസിഡർ അഡാപ്റ്റേഷൻ ഓപ്ഷൻസ്. ഏതൊക്കെ തരത്തിൽ നമുക്കിനി അഡാപ്റ്റേഷൻസ് വരുത്താം എന്നുള്ള ഓപ്ഷൻസ് നമ്മൾ എന്ത് ചെയ്യും, കൺസിഡർ ചെയ്യും. പലതരത്തിലുള്ള അഡാപ്റ്റേഷൻ സ്ട്രാറ്റജികൾ, അതായത് അക്കോമഡേഷൻസ്, മോഡിഫിക്കേഷൻസ്, അങ്ങനെ എന്താണ് അവിടെ വേണ്ടത്. ചെറിയ ചേഞ്ചസ് വരുത്തിയിട്ട് അക്കോമഡേഷൻ ചെയ്താൽ മതിയോ അതോ മൊത്തത്തിൽ മാറ്റി മോഡിഫിക്കേഷൻ വരുത്തണോ എന്നുള്ളതൊക്കെ നമ്മൾ അവിടെ നോക്കണം. പിന്നെ എന്താണ് ഡെവലപ്പ് ആൻ അഡാപ്റ്റേഷൻ പ്ലാൻ. ഇനി ഇത്രയും പ്ലാനൊക്കെ ആയി കഴിഞ്ഞ ശേഷം നമുക്ക് അവിടെ എന്ത് വേണം, അതായത് ഏത് സ്ട്രാറ്റജി വേണം അവിടെ സ്വീകരിക്കാൻ എന്നൊക്കെ ഐഡിയ ആയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഒരു അഡാപ്റ്റേഷൻ പ്ലാൻ കൊണ്ടുവരണം. അത് എങ്ങനെ നമ്മൾ ആ സംഭവം നമ്മുടെ കയ്യിലുള്ള ഒരു പ്ലാനിനെ നമ്മൾ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം, അതെങ്ങനെയാണ് അഡാപ്റ്റേഷൻ കൊണ്ടുവരേണ്ടത്, എങ്ങനെയാണ് അതിൻ്റെ ടൈം ലൈൻസ്, റിസോഴ്സ് എന്താണെന്നൊക്കെ നമ്മൾ ആ ഒരു സ്റ്റേജിലാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ എന്താണ് ഇംപ്ലിമെൻറ്റ് ആൻഡ് മോണിറ്റർ അഡാപ്റ്റേഷൻ. ആ ഒരു ഡെവലപ്മെൻറ്റ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് എന്ത് ചെയ്യും, നമ്മൾ പ്രാബല്യത്തിൽ കൊണ്ടുവരും അല്ലേ, ഇംപ്ലിമെൻറ്റ് ചെയ്യും. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്, പ്ലാൻ ഇൻ ടു ആക്ഷൻ ആൻഡ് കണ്ടിന്യൂസ്ലി മോണിറ്റർ ഇറ്റ്സ് എഫക്റ്റീവ്നെസ്. കറക്റ്റായിട്ട് അതിനെ മോണിറ്റർ ചെയ്യും. പിന്നെ ലാസ്റ്റ് എന്താ വരുന്നത്, ഇവാലുവേറ്റ് ആൻഡ് റിഫൈൻ. എല്ലാ ഇതിലും പറയുന്ന പോലത്തെ ലാസ്റ്റ് സ്റ്റേജ് ഇവാലുവേഷൻ ആണ്. അതിന് ഇമ്പാക്റ്റ് എന്താണ്, അഡാപ്റ്റേഷൻ കറക്റ്റായിട്ട് ആ കുട്ടികളിൽ നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അതുകൊണ്ട് അവർക്ക് വിചാരിച്ച രീതിക്കുള്ള ഒരു ഔട്ട്കം അവർക്ക് കിട്ടുന്നുണ്ടോ എന്നൊക്കെ നോക്കുകയാണ് ഇവാലുവേഷൻ അല്ലെങ്കിൽ റിഫൈൻ എന്ന സ്റ്റേജ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത ടോപ്പിക്ക് വരുന്നത് വേരിയസ് ടൈപ്സ് ഓഫ് അഡാപ്റ്റേഷൻ. അഡാപ്റ്റേഷൻ്റെ പല ടൈപ്പുകളാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതന്നെ നമുക്ക് പലതരത്തിൽ കാണാം. അതിൻ്റെ ഒരു കോമൺ ബേസിക് ആയിട്ടുള്ള കുറച്ച് ടൈപ്പുകളാണ് നമ്മളിപ്പോൾ ഇവിടെ പറയുന്നത് കേട്ടോ. ഒന്നെന്താണ് ഫിസിക്കൽ അഡാപ്റ്റേഷൻ ആണ്. ഫിസിക്കൽ അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, മോഡിഫൈങ് ദി ഫിസിക്കൽ എൻവയൺമെൻറ്റ് ടു എൻഷുർ ആക്സസിബിലിറ്റി. ഫിസിക്കൽ എൻവയൺമെൻറ്റിനെയാണ് നമ്മൾ മാറ്റുന്നത്. ഭൗതികപരമായിട്ടുള്ള ചുറ്റുപാടുകൾ, അതായത് സ്റ്റെപ്പ് മാത്രമേ ഉള്ളെങ്കിൽ അവിടെ റാമ്പുകൾ കൊണ്ടുവരുന്നു, വീൽ ചെയർ ഇല്ലാത്തടത്ത് വീൽ ചെയറുകൾ കൊണ്ടുവരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള മാറ്റങ്ങൾ, ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങൾ, ഭൗതികപരമായിട്ടുള്ള ഘടകങ്ങളിൽ വരുത്തുന്ന മാറ്റങ്ങളാണ് ഫിസിക്കൽ അഡാപ്റ്റേഷൻ. പ്രൊവൈഡിങ് അഡാപ്റ്റീവ് ഫർണിച്ചർ ആൻഡ് ഇക്വിപ്മെൻറ്റ്. ആവശ്യമായ രീതിയിൽ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ അവിടെ കൊണ്ടുവരുന്നു. പിന്നെ ഇൻസ്ട്രക്ഷൻ അഡാപ്റ്റേഷൻസ് ആണ്. ഇൻസ്ട്രക്ഷൻ അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ ടു മീറ്റ് ഡൈവേഴ്സ് ലേണിംഗ് നീഡ്സ്. എന്ത് തരത്തിലുള്ള ഇൻസ്ട്രക്ഷനാണ് നമുക്ക് കൊടുക്കേണ്ടത്, ആ ഇൻസ്ട്രക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യും, അഡാപ്റ്റേഷൻസ് കൊണ്ടുവരിക. അതുവരെ ഉണ്ടായിരുന്നതിൽ നിന്നും കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ട് അവിടെ അഡാപ്റ്റേഷൻസ് കൊണ്ടുവരിക. യൂസിങ് വേരിയസ് ടീച്ചിങ് മെത്തേഡ്സ്. അവിടെ നമുക്ക് പലതരത്തിലുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ പാകത്തിലുള്ള ടീച്ചിങ് മെത്തേഡുകൾ നമുക്ക് കൊണ്ടുവരാം. വിഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരാം, ഓഡിറ്ററി ആയിട്ടുള്ള, കനസ്തെറ്റിക്സ് ആയിട്ടുള്ള, അത്തരത്തിലുള്ള പല പല കാര്യങ്ങൾ കുട്ടികളുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് കൊണ്ടുവരാം. പിന്നെ എന്താ, പ്രൊവൈഡിങ് എക്സ്ട്രാ സപ്പോർട്ട് ഓർ സ്കെഫോൾഡിങ്. കറക്റ്റ് എക്സ്ട്രാ ഒരു സപ്പോർട്ടും ഒരു താങ്ങും ഒക്കെ നമുക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികൾക്ക് അത് നല്ലൊരു സപ്പോർട്ടാണ്. പിന്നെ എന്താ, അസസ്മെൻറ്റ് അഡാപ്റ്റേഷൻസ്. അസസ്മെൻറ്റ് അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു അസസ്മെൻറ്റിൽ വരുന്നത് നമ്മൾ അസസ് ചെയ്യുമല്ലോ, ഓൾറെഡി എല്ലാ ഇതിലും നമ്മൾ അസസ്മെൻറ്റ് ഇവാലുവേഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യും, അഡാപ്റ്റേഷൻ കൊണ്ടുവരുന്നു. എങ്ങനെയാണ്, മോഡിഫൈങ് അസസ്മെൻറ്റ് ഫോർമാറ്റ്സ്. ഓൾറെഡി ഉള്ള അസസ്മെൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യും, മോഡിഫൈ ചെയ്യുന്നു. അത് ഓറലോ റിട്ടേണോ പ്രൊജക്ട് ബേസ്ഡോ എങ്ങനെയാണോ കുട്ടികൾക്ക് ആവശ്യം അതനുസരിച്ചിട്ട് മാറ്റുന്നു. ചിലർക്ക് എഴുതാൻ ബുദ്ധിമുട്ടുള്ളവരായിരിക്കും, അപ്പോൾ അവരുടെ അടുത്ത് നമ്മൾ ഏത് രീതിക്ക് അപ്രോച്ച് ചെയ്യും, ഓറലായിട്ട് ചോദിക്കും. സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അവരെ കൊണ്ട് എഴുതുന്ന രീതിയിൽ ചെയ്യിപ്പിക്കും. അങ്ങനെ പ്രൊവൈഡിങ് അക്കോമഡേഷൻസ്. പിന്നെ എന്താണ്, അവർക്ക് വേണ്ടുന്ന രീതിയിലുള്ള അക്കോമഡേഷൻസ് കൊണ്ടുവരിക. അതായത് എക്സ്ട്രാ ടൈം, അതേപോലെ തന്നെ യൂസ് ഓഫ് അസിസ്റ്റീവ് ടെക്നോളജി ഒക്കെ ആവശ്യമാണെങ്കിൽ അതൊക്കെ അവിടെ കൊണ്ടുവരിക. യൂസിങ് കോമ്പിറ്റൻസി ബേസ്ഡ് അസസ്മെൻറ്റ്സ്. അവരുടെ കോമ്പിറ്റൻസി എന്തിലാണോ അതിൽ ബേസ് ചെയ്തുകൊണ്ടുള്ള അസസ്മെൻറ്റ്സ് ആണ് നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത്. അല്ലാണ്ട് നമ്മൾ എന്താണോ പ്ലാൻ ചെയ്യുന്നത് അത് അവരിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. പിന്നെ എന്താ, കരിക്കുലം അഡാപ്റ്റേഷൻസ് ആണ് അല്ലേ. കരിക്കുലത്തിൽ എങ്ങനെയൊക്കെ അഡാപ്റ്റേഷൻസ് കൊണ്ടുവരാം, അതിലെന്തൊക്കെ ചെയ്യാം നമുക്ക്, മോഡിഫൈങ് കരിക്കുലം കണ്ടന്റ് ടു മേക്ക് ഇറ്റ് മോർ ഇൻക്ലൂസീവ് ആൻഡ് റെലവൻറ്റ്. കൂടുതൽ റെലവൻ്റ് ആയിട്ടുള്ള എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള അഡാപ്റ്റേഷൻസ് കൊണ്ടുവരാം. ഇൻകോർപ്പറേറ്റിംഗ് ഡൈവേഴ്സ് പേഴ്സ്പെക്റ്റീവ്സ് ആൻഡ് എക്സ്പീരിയൻസസ്. പലതരത്തിലുള്ള കാഴ്ചപ്പാടുകളൊക്കെ അതിനകത്ത് നമുക്ക് ആഡ് ചെയ്യാം, പല പല ആളുകളുടെ അല്ലേ. പിന്നെ എന്താ, യൂസിങ് യൂണിവേഴ്സൽ ഡിസൈൻ ഫോർ ലേണിംഗ് പ്രിൻസിപ്പിൾസ്. അതായത് യൂണിവേഴ്സൽ ഡിസൈൻ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. എല്ലാവർക്കും ഒരുപോലെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണ് യൂണിവേഴ്സൽ ഡിസൈൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അസിസ്റ്റീവ് ടെക്നോളജി അഡാപ്റ്റേഷൻസ്. യൂസിങ് അസിസ്റ്റീവ് ടെക്നോളജി ടു സപ്പോർട്ട് സ്റ്റുഡൻസ് വിത്ത് ഡിസബിലിറ്റീസ്. അതായത് കമ്പ്യൂട്ടർ പോലത്തെ സംഭവങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റിനെ സ്പീച്ചാക്കി മാറ്റാൻ പറ്റുന്ന സോഫ്റ്റ്വെയറുകൾ, അല്ലെങ്കിൽ സാധാരണ നമ്മൾ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ, വീൽ ചെയർ പോലത്തെ സംഭവങ്ങൾ, അത്തരത്തിൽ ഇവരെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ പാകത്തിനുള്ള ടെക്നോളജികൾ യൂസ് ചെയ്യുക. അതും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. പ്രൊവൈഡിങ് ആക്സസ് ടു ഡിജിറ്റൽ ടൂൾസ് ആൻഡ് റിസോഴ്സ്. ഇതൊക്കെ എന്താണ്, പലതരത്തിലുള്ള അഡാപ്റ്റേഷൻസ് ആണ്. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അഡാപ്റ്റേഷൻസിനുള്ള എക്സാമ്പിൾസ് ആണ് എന്നത് മനസ്സിലാക്കുക. പിന്നെ എന്താണ്, സോഷ്യൽ ആൻഡ് ഇമോഷണൽ അഡാപ്റ്റേഷൻസ്. ക്രിയേറ്റിംഗ് എ പോസിറ്റീവ് ആൻഡ് ഇൻക്ലൂസീവ് ക്ലാസ് റൂം കൾച്ചർ.
അവർക്ക് അവിടെ മാനസികമായിട്ട് അറ്റാച്ച്ഡ് ആവാൻ പറ്റുന്ന തരത്തിലുള്ള ക്ലാസ് റൂം കൾച്ചർ ഉണ്ടാക്കിയെടുക്കുക. അതേപോലെ തന്നെ കൾച്ചറൽ അഡാപ്റ്റേഷൻസ്, ഇൻകോർപ്പറേറ്റിംഗ് ഡൈവേഴ്സ് കൾച്ചറൽ പെർസ്പെക്റ്റീവ്സ് ആൻഡ് എക്സ്പീരിയൻസസ്. പല തരത്തിലുള്ള കൾച്ചറിലെ കുട്ടികൾ വരുന്നതുകൊണ്ട് തന്നെ അവരുടെ എല്ലാ കൾച്ചറുകളെ തന്നെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സർക്കംസ്റ്റൻസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അടുത്ത ടോപ്പിക് വരുന്നത് യൂണിവേഴ്സൽ ഡിസൈൻ ഫോർ ലേണിംഗ് ആൻഡ് ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻസ്. ലേണിങ്ങിൻ്റെ നമ്മൾ ഇതിൽ തന്നെ എന്ത് വരുന്നുണ്ട്, യൂണിവേഴ്സൽ ഡിസൈൻ ഫോർ ലേണിംഗും വരുന്നുണ്ട്, അതേപോലെ ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻസും. ഏകദേശം ഒരുപോലെ തോന്നുന്ന ചെറിയ വ്യത്യാസങ്ങളുള്ള രണ്ട് കോൺസെപ്റ്റുകളാണ്. UDL എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഫോക്കസസ് ഓൺ, അതായത് UDLൻ്റെ ഫോക്കസ് എങ്ങനെയാണ് വരുന്നത്, അല്ലെങ്കിൽ ഫോക്കസസ് ഓൺ ഡിസൈൻ. UDL emphasizes designing instruction that is accessible and engaging for all students from the start. തുടക്കം മുതലേ എല്ലാ കുട്ടികൾക്കും ഒരുപോലെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഡിസൈൻസ് ആണ് കൊണ്ടുവരുന്നത്. അതായത് ഇൻസ്ട്രക്ഷൻ്റെ ഡിസൈനുകളാണ് UDLൽ കൊണ്ടുവരുന്നത്. അതേസമയം DIയിൽ എന്താ വരുന്നത്, ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷനിൽ എന്താ വരുന്നത്, ഫോക്കസസ് ഓൺ ഇൻഡിവിജ്വലൈസേഷൻ. ഓരോ ഇൻഡിവിജ്വലിലുമാണ് അവിടെ ഫോക്കസ് ചെയ്യുന്നത്. മറ്റത് യൂണിവേഴ്സലായിട്ട് എല്ലാവർക്കും ഒരുപോലെ അപ്ലിക്കബിൾ ആകുന്ന കാര്യങ്ങൾ ഡിസൈൻ കൊണ്ടുവരിക എന്നുള്ളതാണ് UDLൻ്റെ പ്ലാനെങ്കിൽ, അതേസമയം DI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്താ സംഭവം, ഓരോരുത്തർക്കും DI ഇൻവോൾവ്സ് ടൈലറിങ് ഇൻസ്ട്രക്ഷൻ ടു മീറ്റ് ദ യുണീക്ക് നീഡ്സ് ആൻഡ് എബിലിറ്റീസ് ഓഫ് ഈച്ച് സ്റ്റുഡൻറ്റ്. ഓരോ കുട്ടിക്കും ആവശ്യമുള്ള എന്താ പറയുക, എന്ത് ചേഞ്ചസ് ആണ് ആവശ്യം, അല്ലെങ്കിൽ എന്താണ് ആ കുട്ടിക്ക് എന്താ പറയുക ആ ഒരു സിറ്റുവേഷനിൽ പഠിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ എന്താണ് ആവശ്യം, അത് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് DI അവിടെ ഫോക്കസ് ചെയ്യുന്നത്. കോംപ്ലിമെൻ്ററി അപ്രോച്ച് നോക്കിക്കഴിഞ്ഞാലോ, UDL and DI are complementary approaches that can be used together to create a more inclusive and effective learning environment. രണ്ടും കൂടെ മെയിനായിട്ടും ഉദ്ദേശിക്കുന്ന കോമൺ ആയിട്ടുള്ള കാര്യം എന്താണ്, ഇൻക്ലൂസീവ് ആയിട്ടുള്ള കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള ലേണിംഗ് എൻവയൺമെൻറ്റ് എല്ലാവർക്കും ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. പിന്നെന്താ, ഇൻക്രീസ്ഡ് ഫ്ലെക്സിബിലിറ്റി. ഇൻറ്റഗ്രേറ്റിംഗ് UDL and DI allows for increased flexibility in instruction which can lead to improved student outcome. കുട്ടികളുടെ എന്താ പറയുക ഫ്ലെക്സിബിലിറ്റി, കാര്യങ്ങളിലുള്ള ഫ്ലെക്സിബിലിറ്റി ഇൻക്രീസ് ചെയ്യിക്കാനും അതിൽ കൂടെ കുട്ടികളുടെ ഔട്ട്കം ഇമ്പ്രൂവ് ചെയ്യിക്കാനും നമുക്ക് ഹെൽപ്ഫുള്ളാണ്. സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് ആണ്. ബോത്ത് UDL and DI പ്രയോറിറ്റൈസ് സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് ഇൻസ്ട്രക്ഷൻ വിച്ച് ക്യാൻ ലീഡ് ടു ഇൻക്രീസ്ഡ് സ്റ്റുഡൻറ്റ് എൻഗേജ്മെൻറ്റ് ആൻഡ് മോട്ടിവേഷൻ. കുട്ടികളെയാണ് അവരുടെ എന്താ നീഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് ആണ്. അടുത്ത ടോപ്പിക് വരുന്നത് ഇൻറ്റഗ്രേഷൻ ഓഫ് യൂണിവേഴ്സൽ ഡിസൈൻ ഫോർ ലേണിംഗ് ആൻഡ് ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻസ്. ഈ യൂണിവേഴ്സൽ ഡിസൈൻ ഫോർ ലേണിങ്ങിനെയും ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷനെയും കൂടെ ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, തൊട്ട് മുന്നേ പറഞ്ഞതൊക്കെ തന്നെയാണ് വരുന്നത് കേട്ടോ. എന്താണ്, പ്രൊവൈഡ് മൾട്ടിപ്പിൾ മീൻസ് ഓഫ് റെപ്രസെൻറ്റേഷൻ. പലതരത്തിലുള്ള റെപ്രസെൻറ്റേഷൻസ് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതായത് പലതരത്തിലുള്ള ടീച്ചിങ് മെത്തേഡ്സ് നമുക്ക് യൂസ് ചെയ്യാം, വിഷ്വൽ, ഓഡിറ്ററി, അതേപോലെ തന്നെ നമുക്ക് എല്ലാ തരത്തിലും പ്രാക്ടിക്കലായിട്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ള ലേണേഴ്സിലേക്ക് എത്താൻ പാകത്തിനുള്ള റെപ്രസെൻറ്റേഷൻസ് നമുക്ക് കൊണ്ടുവരാൻ പലതരത്തിൽ നമുക്ക് കുട്ടികൾക്ക് ആ ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് കൊടുക്കാൻ സാധിക്കും. പിന്നെ എന്താ, ഓഫർ ചോയ്സസ് ആൻഡ് ഓട്ടോണമി. കുട്ടികൾക്കാണ് അവിടെ ചോയ്സ് കൊടുക്കുന്നത്, അവർക്ക് അവിടെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വിച്ച് ചോയ്സസ് ഇൻ ഹൗ ദേ ലേൺ, എങ്ങനെ പഠിക്കണം, സച്ച് ആസ് ചൂസിങ് ടോപ്പിക്സ് ഓർ മെത്തേഡ്സ് ഓഫ് എക്സ്പ്രഷൻ. ഏത് രീതിക്കുള്ള ടോപ്പിക്സ് വേണം, ഏത് രീതിക്കുള്ള മെത്തേഡ് വേണം എന്നൊക്കെ ചൂസ് ചെയ്യാനുള്ള അവകാശം അവിടെ കുട്ടികൾക്കാണ് കൊടുക്കുന്നത്. പിന്നെ എന്താണ്, യൂസ് ടെക്നോളജി. രണ്ടിലും എന്ത് തന്നെ ചെയ്യുന്നത്, ടെക്നോളജി യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഫ്ലെക്സിബിൾ ഗ്രൂപ്പിംഗ് ഒക്കെ വളരെ ഫ്ലെക്സിബിളായിട്ട് കുട്ടികളുടെ ആ ഒരു ഇൻസ്ട്രക്ഷൻ ഏത് രീതിക്കാണ് വേണ്ടത്, അല്ലെങ്കിൽ അവർക്ക് ഏത് തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റിയാണ് വേണ്ടത് എന്നത് നോക്കിക്കൊണ്ട് തന്നെ ഡിഫറെൻറ്റ് സെറ്റിങ്സ് അനുസരിച്ചിട്ടാണ് നമ്മളവിടെ എന്ത് ചെയ്യുന്നത്, ഗ്രൂപ്പിംഗ് ചെയ്യുന്നത്. ഫോമാറ്റീവ് അസസ്മെൻറ്റ് എന്താണ്, യൂസ് ഫോമാറ്റീവ് അസസ്മെൻറ്റ് ടു ഇൻഫോം DI ആൻഡ് മേക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ടു ഇൻസ്ട്രക്ഷൻ ബേസ്ഡ് ഓൺ സ്റ്റുഡൻറ്റ് നീഡ്സ്. കറക്റ്റായിട്ടുള്ള ഫോമാറ്റീവ് അസസ്മെൻറ്റുകളാണ് നമ്മളിവിടെ ആ ഒരു എന്താ പറയുക ഇൻസ്ട്രക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റുഡൻറ്റ് നീഡ്സിന് വേണ്ടിയിട്ട് നമ്മളവിടെ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടും കൂടെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന കാര്യം. രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോൾ, അതായത് യൂണിവേഴ്സൽ ഡിസൈൻ ഫോർ ലേണിങ്ങും ഡിഫറൻഷിയേറ്റ് ഇൻസ്ട്രക്ഷനും കൂടെ ഒന്നായിട്ട് വരുന്ന സമയത്ത് ഉണ്ടാകുന്ന റിസൾട്ട് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ബെനിഫിറ്റ് കൂടെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് നോക്കാം. ഇൻക്രീസ്ഡ് ആക്സസിബിലിറ്റി, എല്ലാവർക്കും ഒരുപോലെ ആ ലേണിംഗ് എന്ന് പറയുന്ന സംഭവം ആക്സസ് ചെയ്യാൻ സാധിക്കുന്നു. ഇംപ്രൂവ്ഡ് എൻഗേജ്മെൻറ്റ്, എല്ലാവർക്കും വളരെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. എൻഹാൻസ്ഡ് പേഴ്സണലൈസേഷൻ, ഓരോ വ്യക്തിയുടെയും നീഡ്സ് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അവരുടെ യുണീക്ക് നീഡും എബിലിറ്റികളൊക്കെ നമുക്ക് മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി ടീച്ചിങ് സ്ട്രാറ്റജീസ് ഫോർ ഇൻക്ലൂസീവ് ക്ലാസ് റൂംസ്. ഇൻക്ലൂസീവ് ക്ലാസ് റൂമിൽ നമുക്ക് ഏതൊക്കെ തരത്തിൽ ടീച്ചിങ് സ്ട്രാറ്റജികൾ കൊണ്ടുവരാം. ഒന്ന്, നമുക്ക് കോപ്പറേറ്റീവ് ടീച്ചിങ് ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കോപ്പറേറ്റീവ് ടീച്ചിങ്, പിയർ ട്യൂട്ടറിങ്, കോ ടീച്ചിങ്, മൂന്നും നമ്മൾ മാറിപ്പോകരുത്. കോപ്പറേറ്റീവ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്,
സഹകരണം, പരസ്പരം സഹകരിച്ചുകൊണ്ടുള്ളൊരു പഠനമാണ് അല്ലേ? ആ പേര് തന്നെ ഉണ്ട്, കോപ്പറേറ്റീവ് ലേണിംഗ്, സഹകരിച്ചുകൊണ്ടുള്ള പഠനം. സ്റ്റുഡൻസ് വർക്ക് ഇൻ സ്മാൾ ഗ്രൂപ്പ്സ് ടു അച്ചീവ് എ കോമൺ ഗോൾ. കുട്ടികൾ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ടിരിക്കുന്നു. എൻകറേജ് സോഷ്യൽ ഇൻട്രാക്ഷൻ, ടീം വർക്ക് ആൻഡ് മ്യൂച്വൽ സപ്പോർട്ട്. അപ്പം തന്നെ എന്താണ്, ഒരു മ്യൂച്വൽ സപ്പോർട്ടും സോഷ്യൽ ഇൻട്രാക്ഷനും ടീം വർക്കൊക്കെയാണ് നമ്മളവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഡെവലപ്സ് കമ്മ്യൂണിക്കേഷൻ, പ്രോബ്ലം സോൾവിങ് ആൻഡ് ലീഡർഷിപ്പ് സ്കിൽസ്. ഇത് ഓരോന്നിൻ്റെയും പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. നമുക്കറിയാം കുട്ടികളെ ഈ ഒരു കോപ്പറേറ്റീവ് ലേണിങ്ങിൽ ഉൾപ്പെടുത്തുന്നതിൽ കൂടെ നമുക്ക് സംഭവം സ്റ്റുഡൻസ് എന്നോടൊക്കെ തന്നെ ആയിരിക്കാം, പക്ഷേ അതേ സമയത്ത് നമുക്ക് ഒരുപാട് ടൈം കൺസ്യൂമിങ് ആണ്, വിചാരിക്കുന്ന അത്രയും ടോപ്പിക്കുകൾ ചിലപ്പോൾ കവർ ആയിക്കൊള്ളണമെന്നില്ല. അങ്ങനെ കുറേ നെഗറ്റീവ്സ് നമുക്ക് ഊഹിക്കാവുന്ന കാര്യങ്ങൾ തന്നെ ഉള്ളൂ. പിന്നെന്താ, പിയർ ട്യൂട്ടറിങ് വരും. പിയർ ട്യൂട്ടറിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പിയർ എന്ന് പറഞ്ഞാൽ സമപ്രായക്കാർ അല്ലേ, അവരെന്നെ പരസ്പരം കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഠിപ്പിച്ചു കൊടുക്കുക. സ്റ്റുഡൻസ് വർക്ക് ഇൻ പെയർസ് വിച്ച് വൺ സ്റ്റുഡൻറ്റ് ആക്ടിങ് ആസ് എ ട്യൂട്ടർ ഓർ മെൻറ്റർ. ഒരു കുട്ടി സ്റ്റുഡൻറ്റ് എന്താ പറയുക ടീച്ചറായിട്ട് ആക്ട് ചെയ്തുകൊണ്ടാണ് മറ്റുള്ളവരെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ക്യാൻ ബി യൂസ്ഡ് ടു സപ്പോർട്ട് സ്റ്റുഡൻസ് വിത്ത് വേരിയിങ് ലേണിംഗ് നീഡ്സ്. ഫോസ്റ്റർ സോഷ്യൽ സ്കിൽസ്, എമ്പതി ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് എമംഗ് സ്റ്റുഡൻസ്. പരസ്പരമായ എമ്പതിയും അതേപോലെ തന്നെ സോഷ്യൽ സ്കില്ലൊക്കെ എൻഹാൻസ് ചെയ്യാൻ ഹെൽപ്ഫുള്ളാണ്. പിന്നെ കോ ടീച്ചിങ്, ഇവിടെ ടീച്ച് ചെയ്യുന്ന ടീച്ചർമാർ തന്നെയാണ്. 2 or more ടീച്ചേഴ്സ് വർക്ക് ടുഗെദർ ടു പ്ലാൻ, ഡെലിവർ ആൻഡ് അസസ് ഇൻസ്ട്രക്ഷൻ. 1 or 2 അതിലധികമോ ടീച്ചർമാരാണ് ഒരു വിഷയത്തിന് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിനെ ഒന്നിച്ചിരുത്തിയിട്ടാണ് പഠിപ്പിക്കുന്നത്. ക്യാൻ പ്രൊവൈഡ് അഡീഷണൽ സപ്പോർട്ട് ആൻഡ് എക്സ്പെർട്ടൈസ് ഫോർ സ്റ്റുഡൻസ് വിത്ത് ഡൈവേഴ്സ് നീഡ്സ്. അപ്പോൾ നമുക്കൊരു അഡീഷണൽ സപ്പോർട്ടാണ് കുട്ടികൾക്ക്. അലൗസ് ഫോർ മോർ ഫ്ലെക്സിബിൾ ആൻഡ് റെസ്പോൺസീവ് ടീച്ചിങ് അപ്രോച്ചസ്. ഇതിൽ ഈ പറഞ്ഞ പോലെ ടൈമിൻ്റെ പ്രശ്നം വരും. പിന്നെ ഈ ടീച്ചർമാർ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് കേട്ടിരിക്കുന്ന കുട്ടികൾക്കും അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അങ്ങനെ ഓരോ കാര്യത്തിലും എന്തുണ്ട്, പോസിറ്റീവ്സും നെഗറ്റീവ്സും ആലോചിക്കുക. അത് എക്സാമിൻ്റെ സമയത്ത് മാർക്ക് അനുസരിച്ചിട്ട് അങ്ങനെയൊക്കെ എക്സ്പാൻഡ് ചെയ്ത് എഴുതേണ്ടതാണെങ്കിൽ അങ്ങനെ ഓരോന്നിൻ്റെയും ബെനിഫിറ്റ് അല്ലെങ്കിൽ ഓരോന്നിൻ്റെയും പോസിറ്റീവ് ഓരോന്നിൻ്റെയും നെഗറ്റീവ്, അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എഴുതാട്ടെ. ഇത് കോൺസെപ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ. പിന്നെ ടെക്നോളജി ഫോർ ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് ആൻഡ് ഇൻക്ലൂസീവ് ക്ലാസ് റൂം. എന്തൊക്കെ ടെക്നോളജികൾ നമുക്ക് യൂസ് ചെയ്യാം? ടെക്സ്റ്റ് ടു സ്പീച്ച് സോഫ്റ്റ്വെയറിൽ ടെക്സ്റ്റിനെ സ്പീച്ചാക്കി മാറ്റാൻ പറ്റുന്ന സോഫ്റ്റ്വെയർ നമുക്ക് യൂസ് ചെയ്യാം. സ്പീച്ച് ടു ടെക്സ്റ്റ് സോഫ്റ്റ്വെയർ, സ്പീച്ചിനെ ടെക്സ്റ്റ് ആക്കിയിട്ട് നേരെ തിരിച്ച് ചെയ്യാനും നമുക്ക് പറ്റും. പിന്നെ വിഷ്വൽ സ്കെഡ്യൂൾസ് നമുക്ക് സപ്പോർട്ട് സ്റ്റുഡൻസ് വിത്ത് ഓട്ടിസം, അതേപോലെ തന്നെ ADHD ഒക്കെ ഉള്ള കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് വിഷ്വൽ ആയിട്ട് കാര്യങ്ങൾ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ടെക്നോളജി നമുക്ക് യൂസ് ചെയ്യാം. ഓഗ്മെൻറ്റേറ്റീവ് ആൻഡ് ആൾട്ടർനേറ്റീവ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് നമുക്ക് യൂസ് ചെയ്യാം, കുട്ടികൾക്ക് കമ്മ്യൂണിക്കേഷൻ ഡിഫിക്കൽട്ടി ഉള്ളവർക്കൊക്കെ. പിന്നെ ഡിജിറ്റൽ ടൂൾസായിട്ട് നമുക്ക് എന്തൊക്കെ കൊണ്ടുവരാം? ഇൻട്രാക്റ്റീവ് വൈറ്റ് ബോർഡിൽ നല്ല ഇൻട്രാക്റ്റീവായിട്ട് കാണിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സംഭവങ്ങൾ കൊണ്ടുവരാം. മൾട്ടിമീഡിയ റിസോഴ്സുകൾ കൊണ്ടുവരാം. അഡാപ്റ്റീവ് ലേണിംഗ് സോഫ്റ്റ്വെയർ കൊണ്ടുവരാം. വെർച്വൽ റിയാലിറ്റി ആൻഡ് ഓഗ്മെൻറ്റഡ് റിയാലിറ്റി കൊണ്ടുവരാം. അങ്ങനെ പലതരത്തിൽ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് കുട്ടികളെ തന്നെ ഇൻക്ലൂസീവായിട്ട് ക്ലാസ് റൂമുകളിൽ ആക്റ്റീവായിട്ട് ഇരുത്താനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കും. പിന്നെ ലാസ്റ്റ് ടോപ്പിക് എന്താണ്? എക്സാമിനേഷൻ കൺസെഷൻസ് ആൻഡ് പ്രൊവിഷൻസ് ഫോർ ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്. കുട്ടികളുടെ എക്സാമിനുള്ള കൺസെഷൻ നമുക്കറിയാമല്ലോ, നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ കണ്ടിട്ടില്ലല്ലേ. സ്ക്രൈബ്, റീഡർ സർവീസൊക്കെ നമ്മൾ കൊടുക്കുമല്ലോ. വായിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കൊക്കെ സ്ക്രൈബിൻ്റെ ഇതുണ്ടായിരിക്കും, അല്ലെങ്കിൽ വായിച്ചു കൊടുക്കാൻ നമ്മൾ ആളെ നിർത്തും, അങ്ങനെയൊക്കെ ചെയ്യുമല്ലോ. പിന്നെ എന്താണ്, എക്സ്ട്രാ ടൈം കൊടുക്കും ഇത്തരത്തിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക്. പിന്നെ ആക്സസിബിൾ എക്സാം ഫോർമാറ്റ്, അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഫോർമാറ്റും ബ്രെയിലി അതേപോലെ തന്നെ ലാർജ് പ്രിൻറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ട് നമ്മളിങ്ങനെ അവരെ തന്നെ സപ്പോർട്ട് ചെയ്യാം. പിന്നെ എക്സെംഷൻ ഫ്രം സെക്കൻഡ് ലാംഗ്വേജ് വേണമെന്നില്ല, നമുക്ക് ഒഴിവാക്കാം. പിന്നെ എന്താണ്, ഫ്രീ എഡ്യൂക്കേഷൻ. ആ ഒരു ഫ്രീ എഡ്യൂക്കേഷൻ കിട്ടേണ്ട പ്രായത്തിൽ നമുക്ക് ഫ്രീ എഡ്യൂക്കേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. റിസർവേഷൻ ഇൻ അഡ്മിഷനിൽ ഇത്ര ശതമാനം എന്ന് പറഞ്ഞിട്ട് നമുക്ക് റിസർവേഷൻ നമുക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ എന്താ, വൊക്കേഷണൽ ട്രെയിനിങ്, വൊക്കേഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് സ്കില്ലുകൾ ബേസ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ്ങൾ കാര്യങ്ങൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. പിന്നെ ഹോം ബേസ്ഡ് എഡ്യൂക്കേഷൻ, അതായത് സ്കൂളിലൊന്നും പോവാതെ വീട്ടിൽ തന്നെ ഇരുന്ന് പഠിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ വരുന്നത്. താങ്ക്